അങ്ങനെ ആ പോരാട്ട വീര്യത്തിൽ മുന്നോട്ട് കയറുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ അവരുടെ പ്രാരാബ്ദങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. ഈ പ്രാരാബ്ദങ്ങൾക്കപ്പുറത്ത് എങ്ങനെ നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാം, നമ്മളെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആലോചിക്കുമ്പോഴാണ് ചിലപ്പോൾ ഒരു വിജയഗാഥ പിറക്കുന്നത്. അങ്ങനെ ഒരു വിജയഗാഥയിലേക്ക് ഒരുപാട് സംരംഭകർ വന്ന സമയമാണ് ഈ കോവിഡ് കാലം അല്ലെ. ഒരുപാട് സ്ത്രീകൾ അല്ലെ അങ്ങനത്തെ ഒരു കഥയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഥയിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. എല്ലാവരും വീടിനകത്ത് ഒതുങ്ങിപ്പോയ കാലത്ത് ജീവിതം അപ്ഗ്രേഡ് ചെയ്ത് വിജയം കൊയ്യുന്ന ഒരു വനിതാ സംരംഭകയെ ഇപ്പോൾ നമ്മൾ കണ്ട വലിയ തുറയിലെ ചേച്ചിമാരുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ വനിതാ സംരംഭകയുടെ സംരംഭം. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ഫ്രഷ് മീൻ ഓൺലൈനായി ഡെലിവറി ചെയ്യുന്നതോടൊപ്പം 40ഓളം പേർക്ക് തൊഴിൽ കൂടി നൽകുകയാണ് സേയ ഫിഷ് എന്ന സംരംഭത്തിലൂടെ അശ്വതി എന്ന തിരുവനന്തപുരം സ്വദേശിനി. ഈ മേഖലയിൽ കേരള സർക്കാരിന്റെ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഏക വനിതാ സംരംഭം കൂടിയാണ് അശ്വതിയുടെ സേയ ഫ്രഷ് ഫിഷ്. എപ്പോഴും ലൈഫിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം, അപ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക എന്നല്ലേ പറയാറ്. അങ്ങനെ ലൈഫിൽ അപ്ഗ്രേഡ് ചെയ്ത് സക്സസ് കണ്ടെത്തിയ ഒരു വനിതാ സംരംഭകയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഹായ്, അശ്വതി നല്ലത്. ഈ ഒരു ഓൺലൈൻ ഫ്രഷ് ഫിഷ് അതിവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ അറിയാം, ഫ്രഷ് ആയിട്ട് കടലിൽ നിന്ന് എടുക്കുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഓൺലൈൻ ഡെലിവറി. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം കണ്ടിട്ടില്ല, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇങ്ങനെ ഒരു സംരംഭം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? 2020 നമുക്കറിയാം, കൊറോണ കാലത്ത്. അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണിലായിരുന്നു, വീടുകളിലായിരുന്നു. അതുവരെ നമുക്ക് മാർക്കറ്റിൽ പോയി മീൻ വാങ്ങിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഒരു കോൾ വരുന്നു, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുട്ടികൾക്ക് മീൻ കൊടുക്കാൻ പറ്റുമോ, അവർക്ക് മീനില്ലാതെ പറ്റുന്നില്ല, മീൻ എത്തിക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓക്കെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മളിങ്ങനെ നമ്മൾ ഈ അറിയാമല്ലോ ഹോസ്റ്റൽ ഏരിയയാണ്, നമുക്ക് മീൻ കിട്ടാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ഒരു വീട്ടിൽ അന്ന് കൊണ്ട് എത്തിച്ചതാണ്. ഒരു വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 40ഓളം സ്റ്റാഫായി കീഴിലെ. അത്രയും വലിയൊരു ജേണി. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സപ്പോർട്ടും കാര്യങ്ങളും? സപ്പോർട്ട് ഫുള്ള് ഫാമിലിയുടെ തന്നെയാണ്, ഹസ്ബൻഡിൻ്റെ ആണ്. അപ്പം ഹസ്ബൻഡ് ആ സമയത്ത് പുറമേയായിരുന്നു, ഫുള്ള് കൺട്രോൾ ചെയ്ത്, അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഹസ്ബൻഡാണ്. ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. 5 വർഷമായി. ഇപ്പം ഈ മെയ്യൊക്കെ ആകുമ്പോഴത്തേക്ക് 5 വർഷമാകുന്നുണ്ട്. അപ്പം അന്ന് ഒരാളെന്ന് പറയാൻ പുറമേ അല്ല, എൻ്റെ ബ്രദറിന്ന് തുടങ്ങിയതാണ്. അന്ന് വേറെ ആരുമില്ല, ബ്രദർ വഴി കൊണ്ട് എത്തിച്ചാണ്. ആ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ടായി. അതിന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4,000-5,000 കസ്റ്റമറിൽ വന്ന് നിൽക്കുകയാണ്. ഫിഷൊക്കെ കളക്ട് ചെയ്യുന്നത്, പിന്നെ അത് ഇവിടെ എത്തിയിട്ടുള്ള ഒരു പ്രോസസ്സ്, ക്ലീനിങ്. ഫിഷ് കളക്ട് ചെയ്യുന്ന പറഞ്ഞത് വെളുപ്പിലൊരു 4-3 മണി തൊട്ട് നമുക്ക് തീരദേശം, നമ്മൾ വലിയതുറ, വിഴിഞ്ഞം, പെരുമാതുറ, മരിയനാട് എല്ലായിടത്തും നമുക്ക് ആളുകളുണ്ട്. അവർ പർച്ചേസിന് നിൽപ്പുണ്ട്. രാവിലെ വെളുപ്പിന് തൊട്ട് ഉണ്ടാവും. അപ്പം അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഒരു 7-7:30 അല്ലെങ്കിൽ 8 മണിയോടെ നമ്മുടെ സ്റ്റോറിൽ ഇവിടെ മീനെത്തും. എനിക്ക് തോന്നുന്നു ആകെ 2 മണിക്കൂറേ ഈ ഫിഷ് വെക്കുന്നുള്ളൂ. ഇപ്പോൾ 10 മണിക്ക് ഡെലിവറി സ്റ്റാർട്ടായ 12 മണിക്കുള്ളിൽ എല്ലാം തീർക്കും. ഫ്രഷ് ആയിട്ട് അത് ഡെലിവറി ചെയ്യാന്നുള്ളൊരു ലക്ഷ്യമാണല്ലോ അതിന് പിന്നിൽ. അപ്പോൾ അതിന് എത്രത്തോളം സ്ട്രഗിൾ ഉണ്ട്? നാളത്തേക്ക് നമുക്ക് ഇന്ന് ഓർഡർ ഞങ്ങൾ ഒരു കാരണവശാലും എടുക്കാറില്ല. ഞങ്ങൾ അവരുടെ അടുത്ത് പറയുന്നത് ഞങ്ങൾക്ക് നാളെ എന്ത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഇന്ന് അറിയത്തില്ല. നാളെ എന്ത് മീനാണോ കിട്ടുന്നത് അത്. അപ്പം ഞങ്ങൾ അന്ന് തൊട്ട് എടുത്തിരിക്കുന്ന കാര്യം ക്വാളിറ്റി. നമുക്ക് ഐസിട്ട മീൻ വേറെ വരുന്നുണ്ട്, പലയിടത്തുനിന്ന് വരുന്നത്. ഞങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ല. ഞങ്ങൾ എന്താണോ നമ്മുടെ രാവിലെ എന്ത് മീനാണോ നമുക്ക് കിട്ടുന്നത് അത് രാവിലെ തന്നെ എടുക്കുക, കിട്ടുന്ന മീൻ പോസ്റ്റ് ഇടുക, ആ ഫ്രഷ്നെസ്സോടെ കസ്റ്റമറിൽ എത്തിക്കുക. അശ്വതിയുടെ കീഴിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ സംരംഭം, അതിൽ കുറേ സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്നു, അതിനെ കുറിച്ചിട്ട്? സ്ത്രീകൾക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണമെന്നാണ് താല്പര്യം. പക്ഷേ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഡെലിവറി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക്, നമുക്ക് കൂടുതലും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷിച്ച് ഡെലിവറിക്കാണ് കൂടുതലും ആളാവശ്യം. അതിന് കൂടുതലായിട്ടും ബോയ്സ് മാത്രമേ മുന്നിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ഓഫീസിലെത്തേക്കും ക്ലീനിങ്ങിലെത്തേക്കും ഓഫീസിൽ 3 പേര് ഇരിപ്പുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, ഓർഡർ എടുക്കാനും ബാക്കി ഫുള്ള് പരിപാടിക്കായിട്ട്. പിന്നെ ക്ലീനിങ് സെക്ഷനിൽ ഈ ഏരിയയിലുള്ള, നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള കുറച്ച് ആൻറ്റിമാർ, അവർ രാവിലെ വരും, മീൻ ക്ലീൻ ചെയ്ത് തന്നിട്ടും. അപ്പം പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക്. ഫിഷ് എടുക്കുന്നതാണെങ്കിലും ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ സാധാരണ എല്ലാ വീട്ടിലും എല്ലാ സ്ത്രീകളും ചെയ്യുന്നത് തന്നെ ആയിരിക്കും. പക്ഷെ അതൊന്നൊരു ബിസിനസ് ഐഡിയ ഒന്നും ചിലപ്പോൾ ആരും ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സ്ത്രീകൾ ചിലപ്പോൾ സ്ഥിരമായി ചെയ്യുന്നതിൽ പോലും ഒരു ബിസിനസ് ഉണ്ടാകും. അത് കണ്ടെത്താൻ ഒരുപക്ഷെ കഴിയാറില്ല, അല്ലെങ്കിൽ കഴിഞ്ഞാൽ തന്നെ അതിനവർക്ക് ഈ സമൂഹത്തിൻ്റെ പല ബാക്കോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? എല്ലാവരും മുന്നോട്ട് വരിക. നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ പരിശ്രമിച്ചാൽ എന്തും പറ്റും. ഞാൻ വരുന്ന സമയത്ത് മീനുകളുടെ പേര് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്താ മീനുള്ളത്,
എന്തൊക്കെയാ മീനെന്ന് പോലും എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് പഠിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും. ചില പിന്നെ പരാജയങ്ങൾ ഉണ്ടാവാം, അത് വിജയത്തേക്കിലുള്ള മുന്നോട്ടുള്ള പടിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് മുന്നോട്ട് പോവുക. ആരും എന്തും പറയാം, എന്തും നമ്മളെ പറ്റി സംസാരിക്കാം, അതൊന്നും ബോധേടാവേണ്ട ആവശ്യമില്ല. സക്സസ്. അപ്പൊ അതാണ് അശ്വതി പറഞ്ഞ പോലെ ചില പരാജയങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് വിജയത്തിന്റെ ഒരു ചവിട്ടുപടിയായി തന്നെ നമ്മൾ കണ്ട് മുന്നോട്ട് പോവുക. ഇന്ന് ഈ വിമൻസ് ഡേയിൽ ഈ വനിതാ സംരംഭകയ്ക്ക് പറയാനുള്ളത് അത്തരം ഒരു സക്സസിന്റെ കഥ തന്നെയാണ്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. ഒരു വിമൻസ് ഡേയിൽ എംപവർ അതേഴ്സ് എന്നാണ്. അപ്പം ഈ സ്റ്റോറി കാണുമ്പോൾ പറയേണ്ടത്, ഞാൻ ശ്രീജ വരുമ്പോൾ ശ്രീജയോട് ചോദിക്കാം, ഇങ്ങനെ ഫ്രഷ് ആയിട്ട് എവിടെ നിന്നാണ് ഓൺലൈൻ മീൻ വാങ്ങിക്കാൻ പറ്റുമ്പോൾ ശ്രീജ തന്നെ എനിക്ക് ഇത് സജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അശ്വതിയുടെ ശ്രേയ ഫ്രഷിന്റെ കസ്റ്റമേഴ്സ് കൂടിയാണ്. പക്ഷേ ഇത് പ്രൊമോഷൻ അല്ല, കാരണം അശ്വതിയെ എനിക്ക് അറിയുകയേ ഇല്ലായിരുന്നു. അശ്വതിയാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയില്ലായിരുന്നു. ഒരു സ്ത്രീയാണെന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അതാരാണെന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് അശ്വതിയുടെ സക്സസ് സ്റ്റോറി സ്ത്രീകളുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൂടി ഇതിന്റെ മോട്ടോയാണ്, നമ്മൾ സ്വയം എംപവർ ആകുക, മറ്റ് സ്ത്രീകളെ നമുക്ക് എംപവർ ചെയ്യാൻ കഴിയുക. ഒപ്പം ആ എംപവർമെന്റ് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുക. കാരണം അതിൽ നിന്ന് മോട്ടിവേഷൻ ഒരുപാട് പേർക്ക് കിട്ടുമായിരിക്കും.